KPSSന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. അധികാര കേന്ദ്രങ്ങളെയും പവർ സോഴ്സുകളെയും ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഏതൊരു സിസ്റ്റത്തിലും റെലവൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് ലൂസിഫർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ലൂസിഫർ ഇഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റിലേക്ക് പോകണം. ഇതൊരു കാലത്ത് സൈക്കോളജിസ്റ്റുകൾ നടത്തിയ ഒരു പരീക്ഷണമാണ്. ഞാൻ ലളിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പരീക്ഷണത്തിൻ്റെ ഭാഗമായി ഒരു സാങ്കല്പികമായ ജയിലിൻ്റെ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നു. അങ്ങനെ ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു ജയിൽ സെറ്റ് ചെയ്ത് വെച്ച ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആളുകളെ എടുത്തിട്ട് അവരെ എ ടീമും ബി ടീമുമാക്കി തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ 50 പേരെ സെലക്ട് ചെയ്തു. 25 പേരെ എ ടീമും 25 പേരെ ബി ടീമുമാക്കി മാറ്റി. ഇതിലെ ബി ടീമുകാർക്ക് പോലീസുകാരുടെ യൂണിഫോമും പോലീസുകാരുടേതായിട്ടുള്ള അധികാര ചിഹ്നങ്ങളും എല്ലാം കൊടുത്തു. എ ടീമായിട്ടുള്ള ആളുകൾക്ക് കുറ്റവാളികളുടേതായിട്ടുള്ള യൂണിഫോം കൊടുത്തു. എന്നിട്ട് ഇവരെ നമ്മൾ ഈ ജയിലിനകത്തേക്ക് അടച്ച് അവരെ അവിടെ താമസിക്കാൻ വിട്ട ശേഷം അവരെ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ താമസിപ്പിച്ച് സൈക്കോളജിസ്റ്റുകൾ ഒബ്സർവ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പോലീസുകാരായി നിൽക്കുന്ന ബി ടീമിൽപ്പെട്ട ആളുകൾ യഥാർത്ഥത്തിൽ പോലീസുകാരല്ലെങ്കിൽ പോലും പോലീസുകാരെ പോലെ അധികാരത്തോടു കൂടിയും ഉത്തരവാദിത്വത്തോടു കൂടിയും പെരുമാറുന്നു. യഥാർത്ഥത്തിൽ കുറ്റവാളികൾ അല്ലെങ്കിൽ പോലും കുറ്റവാളികളുടെ വേഷം അണിഞ്ഞു നിൽക്കുന്ന എ ടീമിൽപ്പെട്ട ആളുകൾ കുറ്റവാളികളെ പോലെ ജയിൽ നിയമങ്ങൾക്ക് വിധേയരായി നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ എങ്ങനെയാണ് അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചും അധികാരമുള്ള വ്യക്തികളെക്കുറിച്ചുമുള്ള ധാരണ രൂപപ്പെടുന്നത്, അഥവാ അധികാരം എങ്ങനെയാണ് മനുഷ്യ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് എന്നതിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ലൂസിഫർ ഇഫക്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തി അധികാരമുള്ള വ്യക്തിയാണെന്ന് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിനുള്ള തെളിവുകൾ നിരത്തി അവരിലേക്ക് ആ ചിന്ത ഇറക്കി വിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നീട് അവരെ ഫോളോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഇയാൾ അധികാരത്തെ തനിയെ അങ്ങോട്ട് അംഗീകരിച്ചോളും. എങ്ങനെയാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് നിൽക്കുന്നത് നമ്മുടെ മനസ്സിനകത്താണ്. പവർ എന്ന കൺസെപ്റ്റ് ഒരിക്കലും ഫിസിക്കലല്ല. പവർ എന്ന കൺസെപ്റ്റ് ഉള്ളത് നമ്മുടെ മനസ്സിലാണ്. ഇത്തരമൊരു മിത്തിലേക്ക് അഥവാ ഇത്തരമൊരു കൺസെപ്റ്റിലേക്ക് വിശ്വസിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവ് ഉപയോഗിച്ചിട്ടാണ് ഒരുപാട് മനുഷ്യരെ ഒരു വ്യക്തിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ് വലിയ വലിയ ടീമുകൾ രൂപപ്പെടുന്നത്, വലിയ വലിയ ആർമികൾ രൂപപ്പെടുന്നത്, വലിയ വലിയ രാഷ്ട്രങ്ങൾ രൂപപ്പെടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയും. ഒന്നാമത്തേത് റെപ്രസെൻറ്റേഷനാണ്. അതായത് അധികാരത്തിലിരിക്കുന്ന വ്യക്തി ആരോ അയാൾ അധികാരമുള്ള വ്യക്തിയാണെന്ന രീതിയിൽ പെരുമാറുന്നു. നമ്മുടെ മുന്നിൽ അവരെ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവർക്ക് അവരുടേതായ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കും, അവർക്ക് ചിലപ്പോൾ അവരുടേതായ ഒരു യൂണിഫോം ഉണ്ടായിരിക്കും, അവർക്ക് അവരുടേതായ അധികാര ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളെക്കാൾ പവർഫുൾ ആണ് എന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ അവർ എപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നതാണ്. മുന്നിൽ നിൽക്കുന്നയാൾ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു നേതാവാണ് എന്ന റെപ്യൂട്ടേഷൻ അവർ ബിൽഡ് ചെയ്തെടുക്കും. അങ്ങനെ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കുന്നതിന് പിന്നിൽ അവരുടെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവർക്കുണ്ടായ നേട്ടങ്ങൾ, അവർക്ക് ചെയ്ത കാര്യങ്ങൾ, അവരുടെ സ്റ്റോറികൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഈ ഫോളോ ചെയ്യാൻ വരുന്ന ആളുകളെ പറയുകയും അവരെ അതിന് കൺവിൻസ് ചെയ്തെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൺവിൻസ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിലും അത്തരം കമ്മ്യൂണിക്കേഷൻ ഇവൻറ്റുകൾ നടത്തുന്നതിന് പൊതുവെ ട്രെയിൻഡ് ആയിരിക്കും പവർഫുൾ ആയ ആൾ. ഇനി മൂന്നാമത്തേത് അധികാരത്തെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള റിച്വൽസ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യും എന്നതാണ്. അതായത് അവർ തീരുമാനങ്ങൾ എടുക്കും, ആ തീരുമാനങ്ങൾ അവർ നടപ്പിലാക്കും. ആ തീരുമാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിൻ്റെ ആക്ഷൻ പ്ലാനുകൾ അവരുണ്ടാക്കും. ആക്ഷൻ പ്ലാനുകളെയും റിസൾട്ടുകളെയും അവർ അനലൈസ് ചെയ്യും. എന്ന രീതിയിൽ മുന്നിലൊരു ലക്ഷ്യമുണ്ടാക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെയൊക്കെ നയിച്ച് ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ എത്തിക്കുകയും ചെയ്യും. ഈ രീതിയിൽ ആക്ഷൻസ് എടുത്തുകൊണ്ടും ആ പവറിനെ അവർ ഊട്ടി ഉറപ്പിക്കും. ഇങ്ങനെയാണ് സത്യമാണ് ലൂസിഫർ ഇഫക്റ്റ് മനുഷ്യനിൽ വർക്ക് ചെയ്യുന്നത്. ഒരു മാനിപ്പുലേഷൻ എന്ന രീതിയിലൊന്നും പറയാൻ സാധിക്കില്ല, പക്ഷേ മാനിപ്പുലേഷന് വേണ്ടി നോളജ് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.